ചേട്ടൻ മലയാളത്തിൽ ഒരുപാട് പറഞ്ഞ മാതിരി സ്വാമികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ദേവരാജ മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ചേട്ടന് മനസ്സിനോട് അടുത്ത ചേട്ടൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരെങ്കിലും വേറെ ആരെങ്കിലും ചേട്ടൻ്റെ ഒരു ഈ പറഞ്ഞ ചേട്ടൻ്റെ ഒരു ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണൽ മനസ്സിനോട് ഇഷ്ടത്തില് അടുത്ത ആൾക്കാർ തന്നെയാണ്. ഇപ്പം ദേവരാജ മാസ്റ്റർ ആണെങ്കിലും സ്വാമി ആണെങ്കിലും പിന്നെ വിദ്യാജിയുടെ പാട്ടുകൾ ഞാൻ കൂടുതൽ പാടിയിട്ടുണ്ട്. പഴയ മ്യൂസിക് ഡയറക്ടേഴ്സിലെ ചേട്ടൻ്റെ ഒരു പഴയ ഒരു അർജുന മാഷിൻ്റെ ഒക്കെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. അർജുന മാഷിൻ്റെ പാട്ടുകൾ, ബാബുക്കയുടെ പാട്ടുകൾ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ ഒരു പലപ്പോഴും ചില പാട്ടുകൾ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളൊക്കെ അച്ഛൻ പറയുന്നു ഇത് മറ്റേ സ്വാമി ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് മാഷി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പാട്ടുകൾ നമുക്ക് കൂടുതൽ അന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് അച്ഛൻ കർണാട്ടിക് സംഗീതജ്ഞനായിരുന്നുകൊണ്ട് ചേട്ടന് ഫിലിം സോങ്സിനോട് ആക്സസ് കുറവായിരുന്നോ കൊച്ചിലെ? അതോ കുറവായിരുന്നു എന്നല്ല, കേൾക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ റേഡിയോയിൽ വരുന്നൊരു പാട്ട് പിന്നെ ലൈറ്റ് മ്യൂസിക് പാടുമായിരുന്നു. എന്നെ ഒരു വൈക്കം വി എൻ രാജൻ സാറാണ് ലൈറ്റ് മ്യൂസിക് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നീടാണ് പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ സ്കൂളിൽ കയറുമ്പോഴത്തേക്കും ഗാനമേള എന്നൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്നൊരു സിംഗറാണ് ചേട്ടൻ, കുറേ ലൈവ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൽ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒരേപോലെ പാടാറുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഡ്യുവറ്റിലൊരു ഒരു ഒരു പഴയൊരു ക്ലാസിക് സോങ് പാടാൻ പറയുകയാണെങ്കിൽ അർജുന മാഷിൻ്റെ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സോങ്ങാണ്, അത് ഞാൻ പാടാം. അർജുന മാഷിൻ്റെ പാട്ട്. ഓക്കെ. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. ജീവിതം അതു ജീവിതം. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. ജീവിതം അതു ജീവിതം, ജീവിതം അതു ജീവിതം. ഭയങ്കര കൗതുകം ഉണർത്തുന്ന വരികളും നല്ല രസമുള്ള പാട്ടും സാറിൻ്റെ വരികളാണ് ശരിക്കും. നമുക്ക് എല്ലാവർക്കും പാടിയ പാട്ടുകളിലൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ നല്ല ഇഷ്ടമുള്ളൊരു പാട്ട്, എപ്പോൾ പറഞ്ഞാലും പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറയുന്ന ഒരു പാട്ടുണ്ടാവും. അങ്ങനെ ഒരു പാട്ട് ഏതായിരിക്കും ചേട്ടൻ്റെ? എപ്പോൾ പറഞ്ഞാലും എല്ലാവരും എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന സോങ് ഒരു പക്ഷേ ഈ കരിമിഴിക്കുരുവിയോ അല്ലെങ്കിൽ കാത്തിരുന്ന വെണ്ണലിലേക്ക്, കാരണം അത് അത്രയും ഹിറ്റായിട്ടുള്ള സിനിമ ആയതുകൊണ്ടും അതിൽ വന്ന പാട്ടുകളാകുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടും. അതിലെനിക്ക് തോന്നുന്നത് എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് രസികനിലെ തൊട്ടുരുമിയിരിക്കാൻ ഭയങ്കര ക്യൂട്ട് സോങ്. അത് വീണ്ടും സുജാ ചേച്ചിയുടെ കൂടെ ആണല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് അതിന്റെ 4 വരി പാടിത്തരാമോ? തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ലമുടി ചുരുളിൽ മൂക്കിലായി ഒന്ന് മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി. എന്നാളും എന്നാളും എൻ്റേതല്ലേ നീ, എന്താണീ കണ്ണിൽ പരിഭവം, മറ്റാരും കാണാ കൗതുകം. തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ലമുടി ചുരുളിൽ മൂക്കിലായി ഒന്ന് മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി. എൻ്റെ ഒറിജിനൽ എന്റേതല്ലേ നീ അവിടെ ഒരു പിക്കപ്പ് ഉണ്ട്, ഒരു തബലയുടെ, അത് ഭയങ്കര ഒരു ഫീലാണ് അത് വരുമ്പോ കേൾക്കാനായിട്ട്. ഫസ്റ്റ് ഹാർമണിയാണ് അതൊരിക്കലും നമുക്ക് ലൈവിന് പാടാൻ പറ്റില്ല. സോ ബ്യൂട്ടിഫുൾ. ശരിക്കും വിദ്യാജി എത്ര നമിച്ചാലും മതിയാവില്ല കേട്ടോ. വാട്ട് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ ഹി ഈസ്. നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല മലയാളം കൾച്ചറായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ് അത് കമ്പോസ് ചെയ്തേക്കണെന്ന് ഫീൽ ചെയ്യില്ല. അതന്നെ, എക്സാക്ട്ലി. ഒരുപാട് പാട്ടുകൾ. എന്തേ ഇന്നും വന്നീല, എന്തേ ഇന്നും വന്നീല,
എന്നോടൊന്നും മിണ്ടിയില്ല. അനുരാഗം പൂക്കും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. എന്തൊരു രസമുള്ള പാട്ടുള്ള അതൊക്കെ. ശരിക്കും അത് വിദ്യാജി അത് ഹാർമോണിയത്തിൽ പാടുമ്പോ ഒരു വേറൊരു ഫീലാണ് ശരിക്കും. ഭയങ്കര നമ്മൾ ഒരുപാട് എപ്പോഴും ഒരു പാട്ടുകാരനെ മ്യൂസിക് ഡയറക്ടർ എപ്പോഴും ഇൻസ്പയർ ചെയ്യണം. ശരിക്കും ഈ മറന്നിട്ട് ബന്ധനമൊക്കെ അദ്ദേഹം പാടുന്നത് കേൾക്കണം. ശരിക്കും ഒരുപാട് ഇൻസ്പയർ ചെയ്തു. ഞാൻ ആ ട്രാക്കൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ പാടുന്ന കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവല്ലോ അല്ലേ? പറഞ്ഞിരുന്നു, അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടുരുമ്മി കിതച്ചിരുന്നു. അദ്ദേഹം പറയായിരുന്നു കിതച്ചിരുന്നു എന്നാണ് പാടുന്നത്. അപ്പം അങ്ങനെ വേണമെന്ന് പറയും. എല്ലാ വേർഡിൻ്റെ മീനിങ് ചോദിച്ചു വയ്ക്കും. പിന്നെ തെലുഗു ആയതുകൊണ്ട് അദ്ദേഹം ബേസിക്കലി തെലുഗു ആയതുകൊണ്ട് അക്ഷരങ്ങളെല്ലാം അറിയാം. ഠ ണ ഖ ഇതെല്ലാം അറിയാം. അപ്പം അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടപ്പം അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടും എന്ന് പാടുമ്പോൾ അങ്ങനെ തന്നെ അറിയാതെ എന്ന് പറഞ്ഞു, അറിയാതെ ഞാൻ എന്നെ എന്ന് പറഞ്ഞു തരുന്നത്.